തോമസ് ഐസക്ക് ഒരു പ്രത്യേക അഭിമുഖം കൊടുത്തതിൽ കൃത്യമായി പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഇപ്പോൾ. ഇടതു സൈബറിടങ്ങളിൽ മാത്രമല്ല, രാഷ്ട്രീയ മനസാക്ഷിയുള്ളവരിൽ മുഴുവനും. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ആണിക്കല്ല്, അടിത്തറ, ബേസ് എന്ന് പറയുന്നത് കൂലിപ്പണിക്കാരാണ്, പാവപ്പെട്ടവരാണ്, ഡെയിലി വേജസിന് പണിയെടുക്കുന്നവരാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും ഈ പാർട്ടിയെ വളർത്തി വലുതാക്കാനായി എണ്ണയിട്ട യന്ത്രം പോലെ പണിയെടുത്തവരാണ് അവർ. എന്നിട്ട് അവരെ കേൾക്കേണ്ട സാഹചര്യം, അവരെ കൃത്യമായി ഹോൾഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ ഈ പാർട്ടി അതിനെതിരെ നിന്നുകൂടാ എന്ന് തോമസ് ഐസക് പറഞ്ഞു വെക്കുകയാണ്. ഒരു പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി അംഗം, ഒരു ഏരിയ കമ്മിറ്റി അംഗം, ഒരു ലോക്കൽ കമ്മിറ്റി അംഗം സമ്മേളനം, പാർട്ടി മീറ്റിംഗ് വിളിക്കുമ്പോ അന്നാണ് അവന് പണി ഉണ്ടാവുക. എല്ലാ ദിവസവും പണിയില്ല. അന്ന് പണിയുള്ള ദിവസമാണ് ഈ മീറ്റിംഗിൽ. കുടുംബത്തെ പോറ്റണ്ടേ? ആ പണിക്ക് പോയാൽ അത് കേൾക്കാൻ പാർട്ടി ഒരുങ്ങണ്ടേ? തെറ്റു തിരുത്തുമെന്നുള്ള വിശ്വാസം പാർട്ടിയിലെ അണികൾക്ക് പാർട്ടി കൊടുക്കണ്ടേ? കൃത്യമായി തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുമ്പോൾ തൊഴിലാളികൾക്ക് മുൻഗണന കൊടുക്കണ്ടേ? ഇങ്ങനെ തോമസ് ഐസക് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ മുഴുവനും 5 വർഷം ഒരാൾ ഏരിയ കമ്മിറ്റിയിലോ ലോക്കൽ കമ്മിറ്റിയിലോ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവന് കുടുംബം പോറ്റാനാവാത്ത വിധം അവൻ പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരും. അല്ലെങ്കിൽ അവന് ആ കുടുംബത്തെ കൃത്യമായി കൊണ്ടുപോകാനാവാതെ അവൻ കടക്കെണിയിലാകുമെന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ടൈറ്റിൽ കാർഡ് ഒരു മാധ്യമത്തിന് സോഷ്യൽ മീഡിയയിൽ, മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് തോമസ് ഐസക്കിന്റെ ഇന്റർവ്യൂവിന് ശേഷം ഇറക്കാനുള്ള ആർജവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ LDFിലെ CPM എന്ന മുഖ്യ പാർട്ടി വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എവിടെയാണ് ആ പാർട്ടി എത്തി നിൽക്കുന്നത്? പാർട്ടിയിലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട നിരവധി സ്ഥാനങ്ങൾ പലതവണ വഹിച്ചിട്ടുള്ള തോമസ് ഐസക് എന്ന കേരളത്തിന്റെ എണ്ണം പറഞ്ഞ രാഷ്ട്രീയക്കാരൻ പോലും ഒരു മാധ്യമത്തിന് മുമ്പിൽ ഇരുന്ന് ഇത് പറയുന്നുണ്ടെങ്കിൽ എത്രമാത്രം വലിയ പ്രശ്നങ്ങളിലേക്കാണ് ആ പാർട്ടി തെറ്റുതിരുത്തുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ അണികൾ നിൽക്കുന്നത് എന്ന് നമുക്ക് ഒരംശം പോലും സംശയിക്കേണ്ട കാര്യമില്ല. 100% ഉറപ്പിച്ചു പറയാം, അടുത്ത പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ വലിയ തെറ്റുതിരുത്തലിലേക്ക്, വലിയ വിപ്ലവകരമായ തീരുമാനങ്ങളിലേക്ക്, തലമുറ മാറ്റങ്ങളിലേക്ക്, ജനകീയ പ്രഖ്യാപനങ്ങളിലേക്ക് CPM കടന്നു പോകുമെന്നുള്ളതിന്റെ കൃത്യമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാകുന്നു തോമസ് ഐസക്കിന്റെ പ്രത്യേകാഭിമുഖം.